സ്വാഗതം. തിയറി ഓഫ് ഇക്വേഷൻസ് പാർട്ട് 3. ഈ സെഷനിൽ പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ്സ് ചർച്ച ചെയ്യും. സിമെട്രിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദി റൂട്ട്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സും നമ്മൾ ചർച്ച ചെയ്യുന്നു. സം ഓഫ് പവേഴ്സ് ഓഫ് റൂട്ട്സ് ഓഫ് എൻ ഇക്വേഷനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. റൂട്ട്സുകൾ ഒരു റിലേഷൻ വഴി ബന്ധപ്പെട്ട് കിടക്കുന്നതായി തന്നാൽ റൂട്ട്സ് കണ്ടുപിടിക്കുന്ന വിധം. ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ രണ്ടോ അതിലധികമോ റൂട്ട്സ് ഒരു റിലേഷൻ വഴി ബന്ധപ്പെടുകയാണെങ്കിൽ ആ ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക എളുപ്പമാണ്. ഏതാനും ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഇത് വിവരിക്കുന്നു. എക്സാമ്പിൾ: 4x³ - 24x² + 23x + 18 = 0 എന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുക. അവയുടെ റൂട്ട്സ് അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് തന്നിരിക്കുന്നു. സൊല്യൂഷൻ: ഇക്വേഷന്റെ റൂട്ട്സ് ആൽഫ മൈനസ് ഡെൽറ്റ, ആൽഫ, ആൽഫ പ്ലസ് ഡെൽറ്റ എന്ന് കരുതുക. അപ്പോൾ അവയുടെ തുക 3α. പ്രൊഡക്ട്സ് ഓഫ് റൂട്ട്സ് അറ്റ് സം ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് ദി റൂട്ട്സ് 2 at a time is alpha minus delta times alpha plus alpha times alpha plus delta plus alpha plus delta times alpha minus delta is equal to 3α square minus delta square. കൂടാതെ product of the roots is alpha minus delta times alpha plus delta is equal to alpha times alpha square minus delta square. അതുകൊണ്ട് നമുക്ക് താഴെ പറയുന്ന ഇക്വേഷൻസ് ലഭിക്കുന്നു. 3α is equal to negative of negative 24/4 is equal to 6. 3α square minus delta square is equal to 23/4. Alpha times alpha square minus delta square is equal to negative 9/2. ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും ആൽഫ is equal to 2. അതുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഡെൽറ്റ സ്ക്വയർ is equal to 25/4. അതുകൊണ്ട് ഡെൽറ്റ is equal to ±5/2. മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. റൂട്ട്സ് ഇവയാണ്. ആൽഫ മൈനസ് ഡെൽറ്റ is equal to 2 - 5/2 is equal to -1/2. ആൽഫ is equal to 2. Alpha plus delta is equal to 2 + 5/2 is equal to 9/2. Example: x³ + px² + qx + r is equal to 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ 2p³ - 9p³ + 27r is equal to 0 എന്ന് തെളിയിക്കുക. തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആൽഫ മൈനസ് ഡെൽറ്റ, ആൽഫ പ്ലസ് ഡെൽറ്റ എന്നിരിക്കട്ടെ. അപ്പോൾ 3α is equal to -p. Alpha minus delta times alpha plus alpha times alpha plus delta plus alpha plus delta times alpha minus delta is equal to 3α square minus delta square is equal to q. കൂടാതെ alpha minus delta times alpha plus delta is equal to alpha times alpha square minus delta square is equal to -r. ആദ്യ രണ്ട് ഇക്വേഷൻസിൽ നിന്നും ആൽഫ is equal to -p/3, ഡെൽറ്റ സ്ക്വയർ is equal to p²/3 - q. ഇത് ആൽഫ ക്യൂ മൈനസ് ആൽഫ ഡെൽറ്റ സ്ക്വയർ is equal to -r ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2pq - 9pq + 27r is equal to 0. എക്സാമ്പിൾ: ax³ + 3bx² + 3cx + d is equal to 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് ജിയോമെട്രിക് പ്രോഗ്രഷനിലാണെങ്കിൽ ac³ is equal to b³ d എന്ന് തെളിയിക്കുക. തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് α/ഡെൽറ്റ, ആൽഫ ഡെൽറ്റ എന്ന് കരുതുക. അപ്പോൾ α/ഡെൽറ്റ plus alpha delta is equal to alpha times 1/delta plus 1 plus delta is equal to -3b/a. Alpha square times 1/delta plus 1 plus delta is equal to 3c/a. And alpha cube is equal to -d/a. ആദ്യ രണ്ട് ഇക്വേഷനിൽ നിന്നും ആൽഫ is equal to -c/b. മൂന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ac³ is equal to b³ d എന്ന് കിട്ടും. 24x³ - 14x² - 63x + 45 is equal to 0 എന്ന ഇക്വേഷന്റെ ഒരു റൂട്ട് മറ്റൊരു റൂട്ടിന്റെ ഇരട്ടിയാണെന്ന് തന്നിരിക്കുന്നു. എങ്കിൽ എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കുക. നമുക്കറിയാം ആൽഫ എന്ന കോംപ്ലക്സ് നമ്പർ f(x) is equal to 0 എന്ന പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആവുന്നത് f(α) is equal to 0 ആവുമ്പോഴാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന്റെ എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കേണ്ടതുണ്ട്. തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആൽഫ, 2α, ബീറ്റ എന്നെടുക്കുക. അപ്പോൾ സം ഓഫ് ദി റൂട്ട്സ് 3α + ബീറ്റയാണ്. സം ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് ദി റൂട്ട്സ് 2 at a time എന്ന് പറയുന്നത് 2α³ + 3α ബീറ്റയാണ്. പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് 2α² ബീറ്റയാണ്. അതുകൊണ്ട് നമുക്ക് താഴെ പറയുന്ന ഇക്വേഷൻസ് ലഭിക്കുന്നു. 3α + ബീറ്റ is equal to 7/12. 2α² + 3α ബീറ്റ is equal to -21/8. 2α² ബീറ്റ is equal to -15/8. ആദ്യ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് 8α² - 2α - 3 is equal to 0. അതുകൊണ്ട് ആൽഫ is equal to 3/4 or
ആൽഫ ഇസ് ഈക്വൽ ടു -1/2. ആദ്യ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ബീറ്റ ഇസ് ഈക്വൽ ടു -5/3 അല്ലെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു 25/12 എന്ന് കിട്ടുന്നു. ഇൻസ്പെക്ഷൻ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും ആൽഫ ഇസ് ഈക്വൽ ടു -1/2 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 25/12 ഒരുമിച്ച് മൂന്നാമത്തെ ഇക്വേഷൻ 2α² ബീറ്റ ഇസ് ഈക്വൽ ടു -15/8 സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് നമ്മളുടെ വാല്യൂസ് ആൽഫ ഇസ് ഈക്വൽ ടു 3/4 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു -5/3 ആണ്. അതുകൊണ്ട് റൂട്ട്സ് 3/4, 3/2, -5/3 ഇവയാണ്. 81x³ മൈനസ് 18x² മൈനസ് 36x പ്ലസ് 8 is equal to 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് ഹാർമോണിക് പ്രോഗ്രഷൻ ആണെന്ന് തന്നിരിക്കുന്നു. എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ എന്നെടുക്കുക. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ is equal to 18/81. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ is equal to -36/81. ആൽഫ ബീറ്റ ഗാമ is equal to -8/81. ആൽഫ ബീറ്റ ഗാമ ഇവ ഹാർമോണിക് പ്രോഗ്രഷനിലായതിനാൽ 2/β is equal to 1/α പ്ലസ് 1/γ is equal to ആൽഫ പ്ലസ് ഗാമ ബൈ ആൽഫ ഗാമ. അതുകൊണ്ട് ബീറ്റ is equal to 2α ഗാമ ബൈ ആൽഫ പ്ലസ് ഗാമ. അതുകൊണ്ട് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ is equal to 2α ഗാമ. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമയുടെ ഈ വാല്യൂ ഇക്വേഷൻ 2ൽ കൊടുത്താൽ നമുക്ക് 2 ഗാമ ആൽഫ is equal to -36/81. അതായത് ഗാമ ആൽഫ is equal to -4/27 എന്ന് കിട്ടുന്നു. ഗാമ ആൽഫയുടെ ഈ വാല്യൂ ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബീറ്റ ടൈംസ് -4/27 is equal to -8/81. അതുകൊണ്ട് ബീറ്റ is equal to 2/3. അതുകൊണ്ട് x - 2/3 21x³ - 18x² - 36 പ്ലസ് 8 ഡിവൈഡ് ചെയ്യുന്നു. ആക്ച്വൽ ഡിവിഷൻ പ്രകാരം 81x³ - 18x² - 36x plus 8 is equal to x - 2/3 times 81x² plus 36x - 12, which is equal to 3x - 2 times 9x - 2 times 3x plus 2. അതുകൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് 2/9, 2/3, -2/3. സിമെട്രിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദി റൂട്ട്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന വിധം. ഒരു പോളിനോമിയൽ ഇക്വേഷൻസിന്റെ റൂട്ട്സ് ആണ് ആൽഫ ബീറ്റ ഗാമ എന്നിരിക്കട്ടെ. താഴെ കൊടുത്തിരിക്കുന്ന മാതൃകയിലുള്ള സിമെട്രിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദി റൂട്ട്സിന്റെ വാല്യൂസ് കാണാൻ സാധിക്കുന്നതാണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ, ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ പ്ലസ് ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ. മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസിനെ സിമെട്രിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നു. കാരണം ആൽഫ ബീറ്റ ഗാമ ഇവ രണ്ടെണ്ണം അന്യോന്യം ഇന്റർചേഞ്ച് ചെയ്താൽ ഫംഗ്ഷൻസ് മാറ്റമില്ലാതെ തുടരുന്നു. റിമാർക്ക്: മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് പെട്ടെന്ന് നൽകുന്നില്ല. എക്സാമ്പിൾ: x³ - px² plus qx minus r is equal to 0 എന്ന ഇക്വേഷന്റെ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി റൂട്ട്സ് ആൻഡ് സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ദി റൂട്ട്സ് കണ്ടുപിടിക്കുക. റൂട്ട്സ് a, b, c ആണെന്നിരിക്കട്ടെ. അപ്പോൾ a plus b plus c is equal to p, bc plus ca plus ab is equal to q, a² plus b² plus c² is equal to a plus b plus c whole square minus 2 times bc plus ca plus ab, which is equal to p² minus 2q. തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സിന് പകരം a, b, c ഇവ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് a³ minus pa² plus qa minus r is equal to 0, b³ minus pb² plus qb minus r is equal to 0, c³ minus pc² plus qc minus r is equal to 0. മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഇക്വേഷൻസും ആഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് a³ plus b³ plus c³ minus p times a² plus b² plus c² plus q times a plus b plus c minus 3r is equal to 0. അതുകൊണ്ട് a³ plus b³ plus c³ is equal to p times p² minus 2q minus pq plus 3r is equal to pq minus 3pq plus 3r. Example: alpha, beta, gamma, delta ഇവ x raised to 4 plus px³ plus qx² plus rx plus s is equal to 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആണെങ്കിൽ സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സൊല്യൂഷൻ: ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ is equal to -p, ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ഡെൽറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ബീറ്റ ഡെൽറ്റ പ്ലസ് ഗാമ ഡെൽറ്റ is equal to q, ആൽഫ ബീറ്റ ഗാമ പ്ലസ് ആൽഫ ബീറ്റ ഡെൽറ്റ പ്ലസ് ആൽഫ ഗാമ ഡെൽറ്റ പ്ലസ് ബീറ്റ ഗാമ ഡെൽറ്റ is equal to -r. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് -pq is equal to സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് 3 ടൈംസ് ആൽഫ ബീറ്റ ഗാമ പ്ലസ് ആൽഫ ബീറ്റ ഡെൽറ്റ പ്ലസ് ആൽഫ ഗാമ ഡെൽറ്റ പ്ലസ് ബീറ്റ ഗാമ ഡെൽറ്റ
is equal to summation alpha square beta minus 3r. അതുകൊണ്ട് summation alpha square beta is equal to 3r minus pq. Example, y plus z minus x times z plus x minus y times x plus y minus z വിപുലീകരിക്കുക. സൊല്യൂഷൻ. ഈ എക്സ്പ്രഷൻ സിമെട്രിക്കും ഹോമോജിനസും തേർഡ് ഡിഗ്രിയിൽ ഉള്ളതുമാണ്. അതുകൊണ്ട് y plus z minus x times z plus x minus y times x plus y minus z is equal to a times summation x cube plus b times summation x square y plus dxyz, where a, b, c are independent of x, y and z. ലൈറ്റ് പവേഴ്സ് കമ്പയർ ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് a is equal to -1, b is equal to 1, c is equal to -2 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് -x cube minus y cube minus z cube plus y square z plus yz square plus z square x plus zx square plus x square y plus xy square minus 2xy. Example, x plus y plus z all raised to 5 minus x raised to 5 minus y raised to 5 minus z raised to 5 വിപുലീകരിക്കുക. Solution. E is equal to x plus y plus z all raised to 5 minus x raised to 5 minus y raised to 5 minus z raised to 5 എന്നെടുക്കുക. x is equal to -y ആകുമ്പോൾ e is equal to 0 ആയതിനാൽ x plus y യുടെ ഒരു ഫാക്ടറാണ്. അതുപോലെ y plus z ഉം z plus x ഉം ഫാക്ടേഴ്സാണ്. ബാക്കിയുള്ള ഫാക്ടർ എക്സ്, വൈ, സെഡ് ഇവയിലുള്ള ഒരു ഹോമോജിനസ് സിമെട്രിക് ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് ടൈംസ് സെഡ് പ്ലസ് എക്സ് ടൈംസ് എക്സ് പ്ലസ് വൈ ടൈംസ് എ ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് ബി ടൈംസ് വൈ സെഡ് പ്ലസ് സെഡ് എക്സ് പ്ലസ് എക്സ് വൈ എന്നെടുക്കുന്നു. ലൈറ്റ് പവേഴ്സ് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 5. അതുകൊണ്ട് ഫാക്ടറൈസേഷൻ ഇ ഈസ് ഈക്വൽ ടു 5 ടൈംസ് വൈ പ്ലസ് സെഡ് ടൈംസ് സെഡ് പ്ലസ് എക്സ് ടൈംസ് എക്സ് പ്ലസ് വൈ ടൈംസ് x square plus y square plus z square plus yz plus zx plus xy. ഇക്വേഷന്റെ റൂട്ട്സിന്റെ സം ഓഫ് പവേഴ്സ് കണ്ടുപിടിക്കുന്ന വിധം. തിയറം. സം ഓഫ് ദി ആർത്ത് പവേഴ്സ് ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി പോളിനോമിയൽ ഇക്വേഷൻ f of x is equal to 0 എന്നത് x into f prime x by f of x നെ ഡിസെൻഡിങ് പവേഴ്സ് ഓഫ് x ൽ എഴുതുമ്പോൾ x raised to -r ന്റെ കോയിഫിഷ്യന്റ് കണ്ടുകൊണ്ടാണ്. കൊറോളറി. ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n എന്നത് f of x is equal to 0 എന്ന പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട്സ് ആണെങ്കിൽ s minus r is equal to ആൽഫ 1 to the power negative r plus ആൽഫ 2 to the power negative r plus എക്സെട്ര plus ആൽഫ n to the power negative r എന്നത് നെഗറ്റീവ് f prime x by f of x നെ അസെൻഡിങ് പവർ ഓഫ് x ൽ എഴുതുമ്പോൾ x raised to r minus 1 ന്റെ കോയിഫിഷ്യന്റ് ആണ്. തിയറം. Newton's theorem on the sum of the powers of the roots. Alpha 1, alpha 2, etc. alpha n എന്നത് x raised to n plus p1 x raised to n minus 1 plus etc. plus pn is equal to 0 എന്ന പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട്സും sr is equal to alpha 1 to the power r plus alpha 2 to the power r plus etc. plus alpha n to the power r ഉം ആണെങ്കിൽ sr plus sr minus 1 p1 plus sr minus 2 p2 plus etc. plus s1 pr minus 1 plus r times pr is equal to 0 if r less than or equal to n. കൂടാതെ sr plus sr minus 1 p1 plus sr minus 2 p2 plus etc. plus sr minus n pn is equal to 0 if r greater than n ആണ്. Example, x raised to 4 minus 5x cube plus x minus 1 is equal to 0 എന്ന ഇക്വേഷന്റെ സം ഓഫ് ദി ഫോർത്ത് പവേഴ്സ് ഓഫ് ദി റൂട്ട്സ് കണ്ടുപിടിക്കുക. സൊല്യൂഷൻ. f of x is equal to x raised to 4 minus 5x cube plus x minus 1 is equal to 0 എന്നെടുക്കുക. അപ്പോൾ f prime x is equal to 4x cube minus 15x square plus 1. അതുകൊണ്ട് x times f prime x is equal to 4x raised to 4 minus 15x cube plus x. x into f prime x by f of x നെ താഴെ പറയും പ്രകാരം ഇവാലുവേറ്റ് ചെയ്യുന്നു. ഫൈവ് എക്സ് ക്യൂബ് പ്ലസ് 0x സ്ക്വയർ മൈനസ് 3x പ്ലസ് 4നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് റൈസ് ടു 4 മൈനസ് 5x ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് താഴെ പറയുന്നത് ലഭിക്കും.
25x cube minus 3x square minus x plus 5 നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് x raised to 4 minus 5x cube plus x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് താഴെ പറയുന്നത് ലഭിക്കുന്നു. വൺ 22x cube minus x square minus 20x plus 25 നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് x raised to 4 minus 5x cube plus x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് താഴെ പറയുന്നത് ലഭിക്കുന്നു. സിക്സ് നോട്ട് 9x cube പ്ലസ് എക്സെട്രയെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് x raised to 4 minus 5x cube plus x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് താഴെ പറയുന്നത് ലഭിക്കുന്നു. അതുകൊണ്ട് x into f prime x by f of x is equal to 4 plus 5 by x plus 25 by x square plus 122 by x cube plus 609 by x raised to 4 plus etc. അതുകൊണ്ട് sum of the fourth powers of the roots എന്നത് s4 is equal to 609. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇക്വേഷൻസ്. നമ്മൾ ഇനി പ്രധാന റിസൾട്ടുകൾ പ്രസ്താവിക്കുന്നു. അവയുടെ പ്രൂഫ് നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല. തിയറം. ആൽഫ ബീറ്റ ഗാമ ഇവ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആണെങ്കിൽ നെഗറ്റീവ് ആൽഫ നെഗറ്റീവ് ബീറ്റ നെഗറ്റീവ് ഗാമ ഇവ എഫ് ഓഫ് നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആണ്. തിരിച്ചുള്ള പ്രസ്താവനയും ശരിയാണ്. തിയറം. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എന്നത് എക്സ് റൈസ് ടു എൻ പ്ലസ് എ 1 എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് 1 എക്സ് പ്ലസ് എ എൻ ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻസിന്റെ റൂട്ട്സ് ആവുന്നത് 1 ബൈ ആൽഫ 1 1 ബൈ ആൽഫ 2 എക്സെട്ര 1 ബൈ ആൽഫ എൻ എന്നത് എ നോട്ട് പ്ലസ് എ 1 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എ എൻ എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആവുമ്പോൾ മാത്രമാണ്. റിമാർക്ക്. തിയറം പറയുന്നത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആണെങ്കിൽ 1 ബൈ ആൽഫ 1 1 ബൈ ആൽഫ 2 എക്സെട്ര 1 ബൈ ആൽഫ എൻ എന്നത് എഫ് ഓഫ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആണ്. തിയറം. ആൽഫ ബീറ്റ ഗാമ എക്സെട്ര ഇവ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ കെ ഇസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് കെ ആൽഫ കെ ബീറ്റ കെ ഗാമ എക്സെട്ര ആണ്. എക്സാമ്പിൾ. ആൽഫ ബീറ്റ ഗാമ ഇവ എക്സ് ക്യൂബ് മൈനസ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് മൈനസ് ആർ ഇസിക്കൽ ടു 0യുടെ റൂട്ട്സ് ആണെങ്കിൽ 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 ബൈ ബീറ്റ സ്ക്വയർ പ്ലസ് 1 ബൈ ഗാമ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സൊല്യൂഷൻ. എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് ക്യൂബ് മൈനസ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് മൈനസ് ആർ ഇസിക്കൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ എഫ് ഓഫ് 1 ബൈ എക്സ് ഇസിക്കൽ ടു 0യുടെ റൂട്ട്സ് 1 ബൈ ആൽഫ 1 ബൈ ബീറ്റ 1 ബൈ ഗാമ ഇവയാണ്. എക്സിന് പകരം 1 ബൈ വൈ എന്ന് എഴുതിയാൽ നമുക്ക് എക്സ് ക്യൂബ് മൈനസ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് മൈനസ് ആർ ഇസിക്കൽ ടു 0 എന്നത് 1 ബൈ വൈ ഓൾ ക്യൂബ് മൈനസ് പി ടൈംസ് 1 ബൈ വൈ ഓൾ സ്ക്വയർ പ്ലസ് ക്യൂ ടൈംസ് 1 ബൈ വൈ മൈനസ് ആർ ഇസിക്കൽ ടു 0. വൈ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 1 മൈനസ് പി വൈ പ്ലസ് ക്യൂ വൈ സ്ക്വയർ മൈനസ് ആർ വൈ ക്യൂബ് ഇസിക്കൽ ടു ചിഹ്നങ്ങൾ മാറ്റിയാൽ നമുക്ക് ആർ വൈ ക്യൂബ് മൈനസ് ക്യൂ വൈ സ്ക്വയർ പ്ലസ് പി വൈ മൈനസ് 1 ഇസിക്കൽ ടു 0 എന്ന് കിട്ടുന്നു. അവയുടെ റൂട്ട്സ് 1 ബൈ ആൽഫ 1 ബൈ ബീറ്റ 1 ബൈ ഗാമ ഇവയാണ്. അതുകൊണ്ട് സമ്മേഷൻ 1 ബൈ ആൽഫ ഇസിക്കൽ ടു negative of negative q by r is equal to q by r. Summation 1 by alpha beta is equal to p by r. അതുകൊണ്ട് 1 by alpha square plus 1 by beta square plus 1 by gamma square is equal to summation 1 by alpha square is equal to summation 1 by alpha square, which is equal to summation 1 by alpha whole square minus 2 times summation 1 by alpha beta, which is equal to q by r whole square minus 2 times p by r, which is equal to q square minus 2pr by r square.